പീരീഡ് സമയത്തുള്ള വേദന ഏകദേശം എല്ലാ സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് മെഡിക്കലി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാം. ഡിസ്മെനോറിയ പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണത്. ഒന്ന് പ്രൈമറി ഡിസ്മെനോറിയ, മറ്റേത് സെക്കൻഡറി ഡിസ്മെനോറിയ. ഈ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ആർത്തവം തുടങ്ങുന്ന സമയം മുതൽ അവർക്ക് പെയിൻ ഉണ്ടാവും. ഇത് കാലക്രമേണ ചിലപ്പോൾ കുറഞ്ഞു വരികയും ചെയ്യാം. കല്യാണമൊക്കെ കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോഴായിരിക്കും സാധാരണ ഇത് പൂർണ്ണമായിട്ട് മാറുന്നത്. ഗർഭപാത്രത്തിന്റെ വായായ സെർവിക്സിന് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം അപ്പോൾ ഡെലിവറി സമയത്ത് വായെല്ലാം തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പെയിൻ അങ്ങോട്ട് മാറും. ഇതിനെ സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്നും പറയും. അതായത് മെൻസസ് തുടങ്ങുമ്പോഴായിരിക്കും ഈ വേദന ഉണ്ടാകുന്നത്. 1-2 ദിവസം കഴിയുമ്പോൾ ഈ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറും. ഈ കണ്ടീഷനുകളിൽ സ്കാനോ MRI ചെയ്താലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാം നോർമൽ ആയിരിക്കും. മറ്റൊരു ഗൗരവമായിട്ട് കാണേണ്ട ഒരു കണ്ടീഷനാണ് സെക്കൻഡറി ഡിസ്മെനോറിയ. അതായത് പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് സെക്കൻഡറി ടു സം ഡിസീസ് പ്രോസസ് ആണ്. അത് ചിലപ്പോൾ ഫൈബ്രോയിഡോ അഡിനോമയോസിസോ എൻഡോമെട്രിയോസിസോ പല കണ്ടീഷനാവും. ഇതിൽ സാധാരണ ഇനീഷ്യൽ കാലങ്ങളിൽ പീരീഡ്സിൽ പെയിൻ ഒന്നും ഉണ്ടാവില്ല. പിന്നീടായിരിക്കും പെയിൻ വരുന്നത്. അതും കൺജസ്റ്റീവ് ഡിസ്മെനോറിയ, അതായത് മെൻസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെയിൻ തുടങ്ങും. മെൻസസ് തുടങ്ങി കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോഴായിരിക്കും പെയിൻ മാറുന്നത്. ഈ കണ്ടീഷനുകളിൽ സ്കാനോ MRI ഒക്കെ ചെയ്താൽ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ആ കാരണത്തെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻ മാറുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ഡിസ്മെനോറിയ എന്ത് തരമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.